എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിലെ NIA റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാജ്യത്ത് മതഭീകരതയ്ക്ക് കളമൊരുക്കി പാക് മത തീവ്ര പ്രഭാഷകരും. പ്രതി ഷാരൂഖ് സേഫി പിന്തുടർന്നതിൽ പാക് ഇസ്ലാമിക് പ്രഭാഷകരും ഷാരൂഖ് സേഫിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ തെളിവെന്ന് NIA ചൂണ്ടിക്കാട്ടുന്നു. ഷാരൂഖ് സേഫി പിന്തുടർന്നത് ഡോക്ടർ ഇസ്രാർ അഹമ്മദ്, താരിഖ് ജാമിൽ, മുഫ്തി താരിഖ് മസൂദ്, തൈമൂർ അഹമ്മദ് എന്നിവരെയാണ്. ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിൽ മതഭീകര പ്രഭാഷണങ്ങളും പോൺ സൈറ്റുകളുമുണ്ട്. ഷാരൂഖ് സേഫിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് മതഭീകര ആശയ പ്രചാരകരായ പ്രഭാഷകരെ പിന്തുടർന്നത് വ്യക്തമായത്. സാക്കിർ നായിക്കിനെ സ്ഥിരമായി കേൾക്കുമായിരുന്നുവെന്ന് നേരത്തെ ചോദ്യം ചെയ്യലിൽ ഷാരൂഖ് സമ്മതിച്ചിരുന്നു. ഇത്തരം പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പിന്തുടർന്നാണ് ഷാരൂഖ് രക്തരൂക്ഷിത ജിഹാദിന് ശ്രമിച്ചത്. തന്റെ മതവും വിശ്വാസവും മാത്രമാണ് ശരിയെന്ന ചിന്താഗതിയിൽ അവിശ്വാസികളെ കാഫിറുകളായി കരുതി കൊന്നൊടുക്കുകയായിരുന്നു ലക്ഷ്യം. വിചാരണ വൈകുന്നത് ചൂണ്ടിക്കാട്ടി ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് ഭീകരാക്രമണ കേസിലെ ഏക പ്രതി ഷാരൂഖ് സേഫി നൽകിയ ജാമ്യാപേക്ഷ എതിർത്തുള്ള റിപ്പോർട്ടിലാണ് പാക് തീവ്രമത പ്രഭാഷകരെ പിന്തുടർന്നതിന്റെ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2023 ഏപ്രിൽ 2-നാണ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ കടന്നുകയറി യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീവച്ചത്. ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 3 പേരെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തീവ്രമത ചിന്താഗതിക്കാരനായ ഷാരൂഖ് സേഫി അവിശ്വാസികളെ കൊന്നത് പാപമോചനത്തിനായിരുന്നു. താൻ കാഫറുകളായി കരുതിയവരെ കൊന്നെടുക്കാൻ രക്തരൂക്ഷിത ജിഹാദിനും പദ്ധതിയിട്ടിരുന്നു. കേസിൽ വിചാരണ ഉടൻ ആരംഭിക്കും. പാകിസ്ഥാനിലെ തീവ്രമത പ്രഭാഷകരാണ് ഷാരൂഖ് സേഫിയെ രക്തരൂക്ഷിത കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തതെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഇതേ രീതിയിൽ പാക് തീവ്രമത പ്രഭാഷകരുടെ പ്രസംഗങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന നിരവധി ആളുകൾ കേരളത്തിൽ കൂടുതലായുണ്ട്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.